കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കണം. നിങ്ങളുടെ ചെലവുകളെല്ലാം ഇവര് നോക്കിക്കൊള്ളും. വേണ്ട ഡോക്ടർ, എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം. ഓക്കെ ബട്ട് നിങ്ങൾ കുറച്ചു നാളത്തേക്ക് വെയിറ്റ് ഉള്ള ജോലി ഒന്നും ചെയ്യാൻ പാടില്ല. ലൈറ്റ് ഫുഡേ കഴിക്കാവൂ. ശരി ഡോക്ടർ. സർ, ഇദ്ദേഹത്തിന്റെ പേയ്മെന്റ് ഇതാ ഡോക്ടർ. 20 ലക്ഷത്തിന്റെ ചെക്ക. ചേച്ചിയുടെ കയ്യൊപ്പ് ഞാൻ നേരത്തെ വാങ്ങി വെച്ചിരുന്നു. ഒരു മിനിറ്റ്. ആനന്ദ്, വൈഷ്ണവി, നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഈ ചെക്ക് കൊടുക്കൂ പ്ലീസ്. ഒരുപാട് നന്ദിയുണ്ട്. 2 ദിവസം മുമ്പ് ഏതോ ഒരുത്തി വന്ന് എന്റെ ചേച്ചിയുടെ ജീവൻ രക്ഷിച്ചു. ഇപ്പോ ദാ ഇവൻ രക്ഷിച്ചു. അവളുടെയും ഇവന്റെയും കഥ കഴിക്കണം. ഏട്ടൻ എന്താ ഇതുവരെയും വീട്ടിലെത്താത്തെ? ഇത്ര നേരം ഫ്രണ്ടിനോട് എന്ന് പറഞ്ഞോണ്ടിരിക്കുക? ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. വെച്ചിട്ടില്ലല്ലോ ചേച്ചി. എന്താന്നറിയില്ല വസു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു. ഇനി ഞങ്ങൾ അറിയാതെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കഷ്ടപ്പാടൊന്നുമില്ല ചേച്ചി. എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെയല്ലേ ഇരിക്കുന്ന? ഏട്ടൻ എന്താ ഇത്രയും വൈകിയത്? പൈസ കിട്ടാൻ കുറച്ച് ലേറ്റായി വസുന്ധര. എന്തുപറ്റി അഭി? ക്ഷീണിച്ചിരിക്കുന്നല്ലോ. നീ എന്തെങ്കിലും കഴിച്ചോ? കഴിച്ചു ഏട്ടത്തി. കഴിച്ചെങ്കിൽ മുഖം എന്താ വാടിയിരിക്കുന്നെ? കഴിക്കാൻ വീട്ടിലേക്ക് വരണമെന്നല്ലേ ഞാൻ പറഞ്ഞു. ഇങ്ങനെ ആരോഗ്യം നോക്കാതെ നടന്നാൽ എങ്ങനെയാ അഭി? ഞങ്ങളോട് ഉപദേശിക്കുമല്ലോ. നീ എന്താ അങ്ങനെ ചെയ്യാത്തെ? അങ്ങനൊന്നുമില്ല ഏട്ടത്തി. അച്ഛാ, നീ കഴിച്ചോ ഉണ്ണി? ഞാൻ നേരത്തെ കഴിച്ചച്ചാ. അച്ഛനോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ ഉണ്ണി? വൈകിട്ട് എന്നെ അനിയത്തിമാരെയും പാർക്കിലേക്ക് കൊണ്ടുപോകാവോ? ഞങ്ങള് പാർക്കിൽ കളിച്ചിട്ട് ഒരുപാട് നാളായച്ചാ. അത്
ഉണ്ണി, അച്ഛൻ ഒരുപാട് ടയർഡായിട്ടാ വന്നിരിക്കുന്നെ. ഇന്ന് പാർക്കിലൊന്നും പോകണ്ട, നമുക്ക് പിന്നൊരു ദിവസം പോവാം. ശരി അമ്മേ, എങ്കിൽ ഞാനും അനിയത്തിമാരും വീടിനുള്ളിൽ തന്നെ കളിച്ചോളാം. അച്ഛൻ പോയി റെസ്റ്റ് എടുക്കച്ചാ. ഏട്ടൻ വന്ന് ഫ്രഷ് ആവും, ഞാൻ കോഫി എടുത്തിട്ട് വരാം. കോഫി ഒന്നും വേണ്ട വസുന്ധര, എന്തെങ്കിലും ജ്യൂസ് മതി എനിക്ക്. ആ ശരി ഏട്ടാ. അബിയുടെ നടത്തത്തിൽ എന്തോ വ്യത്യാസം ഉള്ളതുപോലെ ഉണ്ടല്ലോ. അവന്റെ ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ അഖില ഇത്രയും നേരമായിട്ട് വീട്ടിലേക്ക് വന്നില്ലല്ലോ. ഇവരത് എവിടെ പോയി കിടക്കുക? ആരെയോ കാണാൻ വേണ്ടി പോയിരിക്കുകയല്ലേ? എത്തിയല്ലോ. എവിടെ പോയിരുന്നു അഖിൽ? എന്തിനാ ഇത്രയും ലേറ്റ് ആയേ? വഴിയിൽ വെച്ച് ഫ്രണ്ട്സിനെ കണ്ടിരുന്നു. അവരോട് കുറെ നേരം സംസാരിച്ച് നിന്നുപോയി. നിനക്കൊരു അല്പം പോലും ഉത്തരവാദിത്വം ഇല്ല അഖിൽ. നമ്മളെ കുറിച്ചൊന്നും ആലോചിക്കില്ലേ? എപ്പോ നോക്കിയാലും ഫ്രണ്ട്സ്. നമ്മളെ പറ്റി എന്ത് ചിന്തിക്കാനാ? വീണ്ടും ഇങ്ങോട്ടല്ലേ തിരികെ പോകുന്നത്? എല്ലാ കാര്യങ്ങളും അഭിയേട്ടന്റെ ബസ് എടുത്ത് നോക്കിക്കോളും. നാളെയോ മറ്റന്നാളോ നിന്റെ അമ്മ പറഞ്ഞ ജോലിയുടെ കോൾ ലെറ്റർ വരും. അപ്പൊ പോയി ജോയിൻ ചെയ്യും. അതല്ലടാ, നമ്മൾ വീണ്ടും ഈ വീട്ടിലേക്ക് എന്തിനാ വന്നത്? ഈ വീട് വിറ്റ് ആ കാശ് നമുക്ക് സ്വന്താക്കാൻ വേണ്ടിയല്ലേ? അഭിയേട്ടൻ ഇതുവരെ വീട് വിറ്റില്ലല്ലോ. ആർക്കറിയാം, നമ്മൾ അറിയാതെ അവർ രഹസ്യമായിട്ട് വീട് വിറ്റാലോ? കടം തീർത്തിട്ട് ബാക്കി കാശ് ബാങ്കിലാണെങ്കിലോ? അഭിയേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഈ കാലത്തിൽ ആരെയും വിശ്വസിക്കാൻ പറ്റില്ലടാ. ഒരു കാര്യം ചെയ്യാം, അബി ഈ വീട് വിൽക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് തന്നെ ഈ വീട് വിറ്റാലോ? നമ്മുടെ പങ്ക് നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ളത് ആ അബിക്കും ഭാസ്കറിനും കൊടുത്തേക്കാം. ഈ ഐഡിയ വളരെ നന്നായിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ വീട് വിൽക്കുകയാണെങ്കിൽ ഷെയർ ഒന്നും പറഞ്ഞ് കൈ നീട്ടേണ്ട ആവശ്യം വരില്ലല്ലോ. നമ്മുടെ ഷെയർ എടുത്തിട്ട് നമുക്ക് വേറെ വീട്ടിലേക്ക് പോകാം. നമുക്കെങ്ങനെ വിൽക്കാൻ പറ്റും? നമ്മുടെ കയ്യിൽ പ്രമാണമൊന്നും ഇല്ലല്ലോ. അബിയുടെ റൂമിലല്ലേടാ അതിരിക്കുന്നത്. നീ പോയത് എടുത്തോണ്ട് വാ. നോക്ക്, അബിക്ക് സംശയം വരാതെ ഡ്യൂപ്ലിക്കേറ്റ് പേപ്പർ അവിടെ വെച്ചിട്ട് ഒറിജിനൽ പേപ്പർ എടുത്ത് നമുക്ക് വീട് വെക്കാം. നീ വേറൊന്നും ആലോചിക്കണ്ട അഖിൽ. ആന്റി പറഞ്ഞ ഐഡിയ വളരെ നല്ലതാ. നീ ആ പേപ്പേഴ്സ് ഒക്കെ കൊണ്ടുവാ. പോടാ, വീട്ടിലാണെങ്കിൽ ആരുമില്ല. ഭാസ്കറും ഭാവനയും അബിയും വസും എല്ലാം പുറത്തേക്ക് പോയിരിക്കുക. അവര് തിരിച്ചു വരുന്നതിന് മുമ്പ് ആ പേപ്പേഴ്സ് എടുത്തോണ്ട് വാ. ചെല്ല്. ചെല്ലടാ. പോ അഖിൽ. പോ.
നീ എന്താ ചെയ്തോണ്ടിരിക്കുന്ന അഖിൽ? എന്റെ പേപ്പേഴ്സ് നിന്റെ കയ്യില്? ആ, അത് ഇങ്ങോട്ട് കാണിക്ക്. എടുത്തി. വീടിന്റെ ഡോക്യുമെന്റ്സ് നീ എന്തിനാ എടുത്തത്? ഇതുകൊണ്ട് നിനക്ക് എന്ത് ചെയ്യാനാ? അത് പിന്നെ എടുത്തി. നിന്റെ വീട്ടിൽ തന്നെ നീ കള്ളത്തരം കാണിക്കുവാണ് അഖിൽ. ഇത് എത്ര വലിയ തെറ്റാണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ട് അഖിൽ. നിന്റെ ഏട്ടനോട് പറയാം, വാ. എടുത്തി വേണ്ട, നിക്ക എടുത്തി, നിക്ക എടുത്തി. എന്താണ് പോയി നോക്കാം. അതെ ഏട്ടാ, സ്വന്തം വീട്ടിൽ തന്നെ അവൻ കള്ളത്തരം കാണിക്കുക. ഇത് എത്ര വലിയ തെറ്റാണെന്ന് ഏട്ടൻ തന്നെ ഒന്ന് പറയൂ. കള്ളത്തരോ? എന്ത് കള്ളത്തര വസു? നീ എത്രമാത്രം മോശമായ വാക്കാ ഉപയോഗിച്ചെന്ന് നിനക്ക് തന്നെ അറിയോ? ഏട്ടനോട് ചോദിക്കാതെ, വീട്ടിൽ ആരോടും ഒന്നും പറയാതെ വീടിന്റെ ഡോക്യുമെന്റ്സ് എന്തിനെടുക്കുന്ന ഇളയമേ? ആ വീടിന്റെ മേൽ നിങ്ങൾക്ക് എത്ര അവകാശമുണ്ടോ അതേ അവകാശം ഞങ്ങൾക്കും ഉണ്ട്. ആ വീട് പണയം വെച്ചല്ലേ അഭിയേട്ടൻ 20 ലക്ഷം രൂപ കടം വാങ്ങിയത്. അതുകൊണ്ട് അഭിയോട് പറയാതെ അഖിലിന് എങ്ങനെ ആധാരം എടുക്കാൻ പറ്റും കാർത്തികേ? ആ വീട് പണയത്തിലാണോ ഇരിക്കുന്നതെന്നും അതോ കടം തീർക്കാൻ വേണ്ടി വിറ്റോ എന്നും ഞങ്ങൾക്കൊരു സംശയം വന്നു. അതുകൊണ്ടാ ഞങ്ങളൊന്ന് കേറി നോക്കാന്ന് വിചാരിച്ചത്. നമ്മളോട് പറയാതെ അഭി എന്തിനാ ഇളയമ്മേ വീട് വെക്കുന്നേ? പിന്നെ നമ്മളോട് ആരോടും പറയാതെ വീട് പണയം വെച്ച് കാശ് കടം വാങ്ങിയില്ലേ ഏട്ടാ? അഭി തന്റെ ആവശ്യത്തിന് വേണ്ടിയല്ല കടം വാങ്ങിയത്, കാവ്യയുടെ കല്യാണത്തിന് വേണ്ടിയാ വാങ്ങിയത്. കാവ്യ നിന്റെ മകളായതുകൊണ്ട് അഭി വാങ്ങിയ കടത്തിന് നീ സപ്പോർട്ട് ചെയ്തോണ്ടേ ഇരിക്കും. അഭി ഞങ്ങൾക്ക് വേണ്ടിയൊന്നല്ലല്ലോ കടം വാങ്ങിച്ചത്. ഞങ്ങളെ അമേരിക്കയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് അഭിയേട്ടൻ കടം വാങ്ങിയിരുന്നെങ്കിൽ ഞങ്ങളും നിങ്ങളെ പോലെ സംസാരിക്കുമായിരുന്നു. ഈ കടം കൊണ്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനം? ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത് കാർത്തിക? നിങ്ങളല്ലേ എടുത്തി പറഞ്ഞത് വീട് വിറ്റ് കഴിഞ്ഞ ഒരു പങ്ക് ഞങ്ങൾക്കും കിട്ടുമെന്ന്? നിങ്ങൾക്കതിൽ ഷെയർ ഉണ്ടാവില്ല അഖിൽ. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഷെയർ ഇല്ല? ആ വീട്ടിലെ ഞങ്ങൾക്ക് അവകാശമില്ലേ? വീട്ടിന്റെ മേൽ ഉണ്ടാവേണ്ടത് അവകാശമല്ല കാർത്തികേ, സ്നേഹമാണ്. എനിക്ക് ആ വീട് വിൽക്കണമെന്ന് തന്നെയില്ല. അങ്ങനെ ഇരിക്കുമ്പോ ആ വീട് പണയപ്പെടുത്തി എന്തിനാ കടം വാങ്ങിച്ചത്? ആ കടവും നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അത് ഞാൻ തന്നെ തീർത്തോളാം. ഇനി നിങ്ങൾക്കാർക്കും എന്നെ വിശ്വാസമില്ലെങ്കിൽ വീടിന്റെ ആധാരം നീ തന്നെ വെച്ചോ. വസുന്ധര, അതങ്ങ് കൊടുത്തേക്ക്. ഇതാകെ സഹോദരങ്ങൾ 3 പേരും ഒരുമിച്ച് വളർന്ന വീടാ അത്. അതൊരു സ്വത്തായി മാത്രം കാണരുത്. നമ്മുടെ കുടുംബത്തില് ആ വീട് നമ്മുടെ ഒരു കുടുംബാംഗമാണ്. എന്താ വാങ്ങിച്ചോ? വേണ്ട എടുത്തി, അത് നിങ്ങൾ തന്നെ വെച്ചാ മതി. വാങ്ങിച്ചോടാ. ഈ ഡോക്യുമെന്റ് നീ കുറെ ആഗ്രഹിച്ചല്ലേ? ആ ഡോക്യുമെന്റ് വാങ്ങിയിട്ട് നിനക്കിഷ്ടമുള്ളവർക്ക് വീട് വിൽക്കണമെന്നായിരിക്കും നിന്റെ ആഗ്രഹം. അത് നടക്കില്ല. കാരണം ഞാനും അഭി അതിൽ ഒപ്പിടണം. 3 പേരും ചേർന്ന് ഒപ്പിട്ടാൽ മാത്രമേ അതിന് നിയമസാധുതയുള്ളൂ. വീട് വിൽക്കാൻ ആഗ്രഹം എനിക്കുമില്ല ഏട്ടാ. വീട് നമ്മുടെ സ്വന്തമാണോ അല്ലയോ എന്ന് അറിയണമായിരുന്നു. എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് അവന് പോലും അറിയില്ല ബി. ഒരുമിച്ച് ജീവിക്കുമ്പോഴേ കഷ്ടപ്പാട് സന്തോഷമൊക്കെ ഒരുമിച്ച് പങ്കിട്ടെടുക്കാൻ പറ്റുമെന്ന് നീയും വസുവും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാ അവനതൊന്നും അല്ലല്ലോ ചിന്തിക്കുന്നത്. ആരെന്ത് വിചാരിച്ചാലും നമ്മൾ എപ്പോഴും ഒന്നായിരിക്കണം. അങ്ങനെയാണെങ്കിലേ അച്ഛനും അമ്മയും സന്തോഷമായിട്ടിരിക്കൂ.
വീടിന്റെ ആധാരം നിന്റെ കയ്യിലിരിക്കുന്നതാണ് നല്ലത് വസു. അതുകൊണ്ടുപോയി സൂക്ഷിച്ചു വെക്ക്. ഉണ്ണി, നീ 1 മിനിറ്റ് എന്റെ കൂടെ വാ. എന്തു ചേട്ടാ? ഒന്നുമില്ല വസുന്ധര, ഒന്നുമില്ല. അഖിൽ അങ്ങനെ ചെയ്തതുകൊണ്ട് ഏട്ടന് വിഷമം തോന്നിയോ ഏട്ടാ? അവൻ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വസുന്ധര. ഒരുപാട് സ്നേഹമുള്ളവനും സ്വാർത്ഥത ഇല്ലാത്തവനുമായിരുന്നു. കുട്ടിക്കാലത്തെ കാര്യമൊക്കെ എന്തിനാ പറയുന്നത്? നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് പോലും അഖിലിന് എത്രയോ നല്ല മനസ്സായിരുന്നു. ഭാവനയിടത്തിയും അഖിലും കാരണം എനിക്ക് ഈ കുടുംബത്തെക്കുറിച്ച് ഒരുപാട് അറിയാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള അഖിൽ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോ എനിക്ക് വിഷമം തോന്നുക. സത്യം പറഞ്ഞ അഖിൽ ഒരു വിധത്തിലുള്ള തെറ്റും ചെയ്യില്ല. സുമംഗല ഇളയമയും കാർത്തികയുവാ അഖിലിനെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന. അവനെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുക. ആദ്യം അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവന്നെങ്കിൽ അഖില് നന്നാവുമായിരുന്നു. പറയട്ടാ, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് സംസാരിച്ചോ? ഇല്ല വസുന്ധര. പിന്നെന്താ ഇങ്ങനെ വല്ലാതെ നിൽക്കുന്ന? ഇതിനു മുമ്പ് ഏട്ടൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. മാനസികമായിട്ടാണോ ഏട്ടൻ വിഷമിക്കുന്നത്? അതോ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മെന്റലി, ഫിസിക്കലി ഐ എം ഓൾ റൈറ്റ് വസുന്ധര. ഡോണ്ട് വറി. എന്റെ ആരോഗ്യത്തിന് യാതൊരു കുഴപ്പമില്ല. എന്നാ പിന്നെ ഏട്ടനൊന്ന് ചിരിക്കോ? ഞാൻ പോയി ഭക്ഷണത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യട്ടെ. സോറി വസുന്ധര. കിഡ്നി ഡൊണേറ്റ് ചെയ്ത കാര്യം നിന്നോട് പറയാതെ ഞാൻ ഇപ്പോഴും തന്നെ പറ്റിച്ചോണ്ടിരിക്കുക. ആ വേദന എന്നെ ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നേ. ഞാൻ കാരണം ഒരു മനുഷ്യത്തോളം ആൾക്ക് സഹായമായി. സുമിത്ര മാഡത്തിന് ഇപ്പോൾ സുഖമായോ എന്തോ? എലിസബത്ത് റാണി വന്നെന്ന്. ഹോസ്പിറ്റലിൽ നിന്നല്ലേ വന്നത്, അല്ലാണ്ട് അവാർഡ് മേടിച്ചിട്ടൊന്നും അല്ലല്ലോ ചെറിയച്ച. എന്താ വൈഷ്ണവി ഇങ്ങനെ പറയുന്നേ? അമ്മ മരണക്കിടക്കയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുക. അമ്മയ്ക്കിത് പുതിയ ജന്മമാ. കൺഗ്രാറ്റ്സ് പറയേ. എന്തിനു പറയണം ചെറിയച്ച?
നമ്മളെ ഇനിയും ടോർച്ചർ ചെയ്യാനാണോ അതോ പുതിയ റൂൾസ് പറയാനോ? ഡിസിപ്ലിൻ എന്നല്ലാതെ ഇവരുടെ ഡിക്ഷണറിയിൽ വേറെ ഒരു വാക്കുണ്ടോ? ഞങ്ങള് റിച്ച് കിഡ്സ് ആണെന്ന് പറയുമ്പോ ഫ്രണ്ട്സിൽ ആരും തന്നെ വിശ്വസിക്കുന്നേ ഇല്ല. നമുക്ക് പണമുള്ളത് ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നല്ലാതെ ആഡംബര ജീവിതം നയിക്കാനല്ല. ആ പണം കൊണ്ട് 10 പേർക്ക് സഹായം ചെയ്യുകയല്ലാതെ നമ്മൾ ധൂർത്തടിക്കരുത്. ചേച്ചി ഒരുപാട് ഇറങ്ങണ്ട. ഇപ്പൊ ആശുപത്രിയിൽ നിന്ന് എത്തിയല്ലേ ഉള്ളൂ. അവിടെ ഇരിക്കും. നിങ്ങളെ രണ്ടുപേരെയും കാണുമ്പോ ഞാൻ എന്തിനാ തിരിച്ചു വന്നെന്ന് തോന്നുക എനിക്ക്. എനിക്കും അതാ തോന്നുന്നേ. നിങ്ങൾ ശവമായിട്ട് എത്തേണ്ടിരുന്നേ. പിന്നെന്തിനാ ഞങ്ങളെ ജനിപ്പിച്ചത്? അറിവില്ലായ്മ കൊണ്ടാ. അറിവ് വന്നതിന് ശേഷം ഞങ്ങൾ എങ്ങ് കൊന്നേക്കായിരുന്നല്ലോ.